ഹായ്, പ്ലം കേക്കാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഓവനൊന്നും ഇല്ലാതെ ഗ്യാസ് സ്റ്റോപ്പിൽ പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ചെറി, ടൂട്ടി ഫ്രൂട്ടി, ബദാം, ഉണക്കമുന്തിരി ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസിലോട്ട് ഞാൻ ഇതെല്ലാം ഇട്ട് കൊടുക്കണേ. ഇത് ഞാൻ ഒരു 4 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അരമണിക്കൂർ വെച്ചാലും മതി. ഇനി ഇങ്ങനെ സോക്ക് ചെയ്യാതെയും പ്ലം കേക്ക് ഉണ്ടാക്കാം. ഇനി പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ അത് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ഇത് പെട്ടെന്ന് മെൽറ്റായി കിട്ടില്ല, ഇച്ചിരി സമയം എടുക്കും. പെട്ടെന്ന് മെൽറ്റാൻ വേണ്ടി ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്, അത് കരിഞ്ഞു പോവും. അപ്പോൾ കേക്കിനൊരു കൈപ്രസം ഉണ്ടാവും. അപ്പോൾ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുക്കുമ്പോൾ കയ്യിലേക്ക് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് കട്ട കിട്ടും. അത് കുഴപ്പമില്ല, ഫ്ലെയിം കൂട്ടി കൊടുക്കണ്ട, ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. അത് മെൽറ്റായി വരും. അപ്പോൾ അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ഏലക്കായ, 2 ഗ്രാമ്പൂ, 2 ചെറിയ കഷ്ണം പട്ട, ഇത് ഞാൻ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്തിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒരു അരിപ്പ വെച്ച് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് ജ്യൂസിൽ നിന്ന് മാറ്റിയ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒരു 2 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി 1 കപ്പ് മൈദപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ടീസ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്യാസിലൊരു ചട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സോസ് പാൻ വെച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സ്റ്റീൽ പാത്രം വെച്ച് ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട് ചൂടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഈ മുട്ട ബീറ്റർ വെച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഹാൻഡ് വിസ്ക് ആയാലും മതി. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കുറേശ്ശെയായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്, അതിൻ്റെ വൈറ്റ് പാർട്ട് പെടാതെ. 1 ടീസ്പൂൺ വാനില എസൻസും പിന്നെ നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഗ്രാമ്പൂ, ഏലക്കായ, പട്ട ഇതിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നേരത്തെ തണുക്കാൻ വെച്ച പഞ്ചസാര കാരമലൈസ് ചെയ്ത് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നേരത്തെ അരിച്ചു വെച്ച മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ് ഇതിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് 2 പാത്രങ്ങളിലായിട്ടാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വെക്കുന്നത്.
അപ്പോൾ ഒരു ചെറിയൊരു ടിൻ എടുത്തിട്ട് അതിൽ ബട്ടർ പേപ്പർ എല്ലാം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ സോസ് പാനിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 55 മിനിറ്റായി എനിക്കിത് വെന്ത് കിട്ടാൻ. ബാക്കി മാവ് ഒരു സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ച് അതൊരു കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തതാണത്.